ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ ധീരനായ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. തന്റെ പിതാവായ ഹൈദരലിയുടെ പാരമ്പര്യം കാത്തുസൂക്ഷിച്ച അദ്ദേഹം മൈസൂർ സാമ്രാജ്യത്തിന്റെ അതിരുകൾ വിപുലമാക്കുകയും ശാസ്ത്രീയമായ യുദ്ധമുറകൾ ഇന്ത്യയിൽ നടപ്പിലാക്കുകയും ചെയ്തു. ലോകചരിത്രത്തിലാദ്യമായി പടക്കോപ്പുകളിൽ റോക്കറ്റുകൾ ഉപയോഗിച്ച പോരാളിയായിരുന്നു അദ്ദേഹം. ബ്രിട്ടീഷുകാർക്ക് എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു കടുത്ത വെല്ലുവിളിയായിരുന്നു ടിപ്പു. 1799 ശ്രീരംഗപട്ടണം കോട്ടയുടെ സംരക്ഷണത്തിനായി പോരാടി വീരമൃത്യു വരിക്കുമ്പോഴും ആ കൈകളിൽ തന്റെ വാൾ മുറുകെ പിടിച്ചിരുന്നു. ഇന്ത്യൻ ചരിത്രത്തിലെ ആ ധീരതയുടെ പേരാണ് ടിപ്പു സുൽത്താൻ. 1782 മൈസൂരിന്റെ സിംഹാസനമേറിയ ടിപ്പു ബ്രിട്ടീഷുകാരുടെ ഉറക്കം കെടുത്തിയ പോരാളിയായിരുന്നു. കേവലമൊരു രാജാവെന്നതിലുപരി ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ ഉപജ്ഞാതാവായ അദ്ദേഹം റോക്കറ്റുകൾ യുദ്ധക്കളത്തിൽ ആദ്യമായി പരീക്ഷിച്ചു. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി മലബാറിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. റോഡുകൾ വെട്ടിയും നാണയപരിഷ്കാരങ്ങൾ നടത്തിയും അദ്ദേഹം കേരളത്തിലും തന്റെ മുദ്ര പതിപ്പിച്ചു. 100 വർഷം ആടായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് 2 ദിവസം സിംഹമായി ജീവിക്കുന്നതാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ മൈസൂർ കടുവ 1799 ശ്രീരംഗപട്ടണത്തെ പോരാട്ടഭൂമിയിൽ വിടവാങ്ങി. ഇന്നും ചരിത്രം അദ്ദേഹത്തെ വിദേശി ആധിപത്യത്തിന് വഴങ്ങാത്ത വീരപുത്രനായി അടയാളപ്പെടുത്തുന്നു.